morning, students. Adutha university question idana. 16th find the largest and the smallest value of the function f of xy is equal to xy takes on the ellipse x square by 8 plus y square by 2 equal to 1 by Lagrange's multiplier method. This is 5 mark question ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ question ഒന്ന് കാണാം. ഇതാണ് question paper ഇതാണ്. Question GAMAT101 December 2024. Question number 16. Find the largest and the smallest value of the function f of xy equal to xy takes on the ellipse x square by 9 x square by 8 plus y square by 12 equal to 1 by Lagrange's multiplier method. Multiplier method ഉപയോഗിച്ച് the largest value, smallest value function കണ്ടുപിടിക്കുക. ഇതാണ് question. നമുക്ക് ഈ question എങ്ങനെ ചെയ്യണം നോക്കാം ട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതെ ഇവിടെ f of xy നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് that is equal to xy. f of xy is equal to xy. ഇനി g of xy എന്ത് എടുക്കണം x square by 8 plus y square by 2 minus x square by 8 plus y square by 2 minus 1 എടുക്കാം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ auxiliary equation എന്താണ് f is equal to L is equal to auxiliary equation L is equal to f plus lambda h. ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ് Lagrange's multiplier. ലാംഡ എന്ന് പറയുന്നത് ആരാണ് Lagrange's multiplier. auxiliary equation L is equal to f plus lambda h. ഇനി നമ്മൾ f ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം xy plus lambda into g ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം x square by 8 plus y square by 2 minus 1. അപ്പോ g ക്ക് പകരം നമ്മൾ x square by 8 plus y square by 2 minus 1 സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് del by dou x കാണണം. del by dou x equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇക്വേഷനെ ഈ ഫംഗ്ഷനെ x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ y x y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y വരും y പ്ലസ് ഇവിടെ ഡിഫറൻഷിയേറ്റ് ലാംഡ ഇൻടു 2x divided by 8. x സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x divided by 8 അടുത്ത 0 that is equal to 0. അപ്പോൾ 8 2 വെട്ടിക്കളഞ്ഞുമ്പോൾ 4 വരും. അപ്പോൾ നമുക്ക് y is equal to എന്താ കിട്ടുന്നത് minus lambda x by 4. അപ്പോൾ del by dou x is equal to 0 വരുമ്പോൾ നമുക്ക് y is equal to minus x lambda by 4 കിട്ടും. ഇനി അടുത്ത എന്താണ് del by dou y കാണാം. del by dou y is equal to 0. ഇതിനെ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് x വരും x plus lambda into y square ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y divided by 2 that is equal to 0. 2 വെട്ടിക്കളഞ്ഞു. അപ്പോൾ x is equal to എന്ത് കിട്ടും minus lambda. അപ്പോൾ del by dou y is equal to 0 എന്നപ്പോൾ x is equal to minus lambda. ഇനി എന്ത് കാണണം del by dou L കാണണം. del by dou lambda. ഇത് ലാംഡ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് x square by 8 plus y square by 2 minus 1 is equal to 0. അപ്പോൾ വിത്ത് റെസ്പെക്ട് x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു ലാംഡ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി ആദ്യത്തെ രണ്ട് ഇക്വേഷൻ ഏതൊക്കെയാണ് y equal to minus x lambda by 4 x is equal to minus lambda by 4. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ x is equal to minus lambda y minus lambda into y ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് minus x lambda by 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് x is equal to lambda square x by 4. x പോയി കഴിയുമ്പോൾ lambda square is equal to 4 വരും. അപ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും പ്ലസ് ഓർ മൈനസ് 2. ലാംഡയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 2. ലാംഡയുടെ വാല്യൂ 2 ആവുമ്പോൾ x ന്റെ വാല്യൂ എന്തായിരിക്കും x is equal to minus lambda by. അപ്പോൾ x ന്റെ വാല്യൂ
ലാംഡയുടെ വാല്യൂ 2 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ -2y ലാംഡയുടെ വാല്യൂ 2 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ -2y ലാംഡയുടെ വാല്യൂ -2 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ് 2y. അപ്പോ ഡോയിൽ ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചു, ഡോയിൽ ബൈ ഡോ വൈ കണ്ടുപിടിച്ചു, ഡോയിൽ ബൈ ഡോ ഡാമല കണ്ടുപിടിച്ചു. ഈ ആദ്യത്തെ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ +or-2 കിട്ടി. ലാംഡയുടെ വാല്യൂ +2 വരുമ്പോൾ x -2y, ലാംഡ -2 വരുമ്പോൾ x 2y. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡോയിൽ ബൈ ഡോ ലാംഡ x²/8 + y²/2 - 1 = 0. ഇതില് ഈ എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്ത പോയിന്റ്, അടുത്തത് ഇക്വേഷൻ എടുക്കാം. x²/8 + y²/2 - 1 = 0. അതിൽ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2y യുടെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? 4y²/8 + y²/2 = 1. ഇവിടെ 4 വെയിറ്റ് വിട്ടിരിക്കുമ്പോൾ 2 വരും. അപ്പോൾ y²/2 + y²/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? y² = 1 വരും. അപ്പോൾ y ±1. y യുടെ വാല്യൂ 1 വരുമ്പോ എക്സിന്റെ വാല്യൂ എന്ത് വരും? എക്സിന്റെ വാല്യൂ -2y ആണ്. അപ്പോ -2. എക്സിന്റെ വാല്യൂ y യുടെ വാല്യൂ +or-1 വന്നിട്ടുണ്ട്. +or-1 വരുമ്പോ നമുക്ക് എക്സിന്റെ വാല്യൂ -2 എന്നൊരു പോസിബിലിറ്റി വരും. എക്സിന് രണ്ട് വാല്യൂ ഉണ്ട്, -2y ഉണ്ട്, +2y ഉണ്ട്. അപ്പോ y1 വരുമ്പോ x -2 then +2. ഇനി y -1 വരുമ്പോഴോ x നമുക്ക് എന്ത് കിട്ടും? 2 വരും, -2. അപ്പൊ പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും വരുന്നത്? നമ്മുടെ പോയിന്റ്സുകൾ ഏതൊക്കെയായിരിക്കും? പോയിന്റ്സ് ഇവിടെ -2 1 ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് ഏതാണ്? 2 1 അടുത്ത പോയിന്റ്. പിന്നത്തെ പോയിന്റ് ഏതാണ്? 2 -1 ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് ഏതാണ്? -2 -1. അങ്ങനെ നമുക്ക് മൊത്തം എത്ര പോയിന്റ് കിട്ടും? 1 2 3 4 പോയിന്റ് കിട്ടും. ഈ 4 പോയിന്റ് നമ്മുടെ ഫംഗ്ഷനിൽ കൊടുക്കാം. ഫംഗ്ഷനിൽ കൊടുത്തിട്ട് അവിടുത്തെ ലാർജസ്റ്റ് വാല്യൂ ഏതാണ്, സ്മോളസ്റ്റ് വാല്യൂ ഏതാണെന്ന് ചെക്ക് ചെയ്യും കേട്ടോ. 4 വാല്യൂസ് കിട്ടി. 4 വാല്യൂസ് കിട്ടി. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? f of xy എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരുന്നു? xy എന്നായിരുന്നു ഫംഗ്ഷൻ. f of xy = xy. അതിൽ ആദ്യം നമ്മൾ -2 -1 കൊടുക്കും. -2 1 -2 1 കൊടുക്കുമ്പോൾ നമുക്ക് ഫംഗ്ഷന്റെ വാല്യൂ എത്ര കിട്ടണേ? നമുക്ക് f of xy at -2 1 കൊടുക്കാം. -2 1 കൊടുക്കുമ്പോൾ -2 × 1 that is equal to -2 ഒരു പോയിന്റ്. അതുപോലെ മറ്റ് 4 പോയിന്റുകളും കണ്ടുപിടിക്കണം. അടുത്ത കേസ് എന്താണ്? f of xy at 2 1 വരുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? 2 കിട്ടും. ഇനി അതുപോലെ f of xy at 2 -1 അപ്പൊ നമുക്ക് എന്താ കിട്ടണേ? അപ്പോഴും -2 കിട്ടും. f of xy at -2 -1 നമുക്ക് എന്താ കിട്ടും? 2 കിട്ടും. അപ്പൊ 4 വാല്യൂസ് കിട്ടും. ഒന്ന് -2, ഒന്ന് +2, -2, +2. അതിൽ ലാർജസ്റ്റ് വാല്യൂ ഏതാണ്? +2. സ്മോളസ്റ്റ് വാല്യൂ ഏതാണ്? 2. Therefore largest value is equal to 2. Smallest value is equal to -2. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ലാർജസ്റ്റ് വാല്യൂ, സ്മോളസ്റ്റ് വാല്യൂ ലഗ്രാഞ്ചീസ് മൾട്ടിപ്ലയർ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ f xy എന്ന് എടുത്തു. അതുപോലെ g എന്നുള്ളത് x²/8 + y²/2 = 1 എന്ന് എടുത്തു. എലിപ്സ് എടുത്തു. അതിനുശേഷം നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതി. എന്താണ് ഓക്സിലറി ഇക്വേഷൻ? L = f + λg. ഈ ലാംഡ എന്ന് പറയുന്നത് ആരാണ്?
ലഗ്രാഞ്ചീസ് മൾട്ടിപ്ലയർ ആണ്. ലാംഡ എന്ന് പറയുന്നത് ലഗ്രാഞ്ചീസ് മൾട്ടിപ്ലയർ ആണ്. അപ്പൊ L is equal to F plus lambda G യില് F എന്നുള്ളത് XY എന്ന് കൊടുത്തു, അതുപോലെ G എന്നുള്ളത് എന്ത് കൊടുത്തു, x square by 8 plus y square by 2 equal to 1, അല്ലെങ്കിൽ x square by 8 plus y square by 2 minus 1. അതിനുശേഷം നമ്മൾ അതിനെ x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡോയിൽ ബൈ ഡോ എക്സ് കാണുന്നു. ഡോയിൽ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 കൊടുത്തപ്പോ വൈയുടെ വാല്യൂ മൈനസ് ലാംഡ എക്സ് ബൈ 4 കിട്ടി. ഇനി ഡോയിൽ ബൈ ഡോ വൈ കണ്ടു, അത് ഈക്വൽ ടു 0 കൊടുത്തപ്പോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ വൈ കിട്ടി. ഇനി അതിനെ നമ്മൾ ഡോയിൽ ബൈ ഡോ ലാംഡ ചെയ്തു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സ് സ്ക്വയർ ബൈ 8 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 കിട്ടി. ഇനി എന്ത് ചെയ്തു, ആദ്യം രണ്ട് കിട്ടിയ ഡോയിൽ ബൈ ഡോ എക്സും ഡോയിൽ ബൈ ഡോ വൈ, എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ വൈ ആണെങ്കിൽ ഈ വൈക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് ലാംഡ എക്സ് ബൈ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടും. ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടും, പ്ലസ് ഓർ മൈനസ് 2 കിട്ടും. ലാംഡയുടെ വാല്യൂ പ്ലസ് 2 വരുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്, മൈനസ് 2y. ലാംഡയുടെ വാല്യൂ മൈനസ് 2 വരുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്, 2y. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ, അതായത് ഡോയിൽ ബൈ ഡോ ലാംഡ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എക്സ് സ്ക്വയർ ബൈ 8 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 1 എക്സിന് വേറെ ഞാൻ 2y അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിന് 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. y നമുക്ക് എന്താ കിട്ടണേ, പ്ലസ് ഓർ മൈനസ് 1 കിട്ടും. y ഈസ് ഈക്വൽ ടു പ്ലസ് 1 വരുമ്പോൾ എക്സിന് രണ്ട് വാല്യൂ കിട്ടും, മൈനസ് 2 കിട്ടും, പ്ലസ് 2 കിട്ടും. y ഈസ് ഈക്വൽ ടു മൈനസ് 1 വരുമ്പോഴോ എക്സിന് നമുക്ക് എന്ത് വാല്യൂ കിട്ടും, പ്ലസ് 2ഉം മൈനസ് 2ഉം കിട്ടും. അപ്പൊ 4 പോയിന്റുകൾ മൊത്തം കിട്ടും. ആ പോയിന്റുകൾ ഏതൊക്കെയാണ്, പോയിന്റുകൾ മൈനസ് 2 1, then 2 1, then 2 minus 1, then minus 2 minus 1. 4 വ്യത്യസ്ത പോയിന്റുകൾ കിട്ടും. മൈനസ് 2 1, 2 1, 2 minus 1, minus 2 minus 1. ഈ 4 പോയിന്റ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of xy xy എന്ന ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 minus 2, 2 minus 2 എന്ന 4 വാല്യൂസ് കിട്ടും. ആ 4 വാല്യൂസിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്, 2. ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്, 2. അപ്പൊ നമ്മുടെ ഉത്തരം ഏറ്റവും ചെറിയ വാല്യൂ മൈനസ് 2. അപ്പൊ നമ്മുടെ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലസ് 2. സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് 2. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക. ഈ പ്രോബ്ലത്തിന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് KTU ചോദിച്ചത്. ലഗ്രാഞ്ചീസ് മൾട്ടിപ്ലയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ലഗ്രാഞ്ചീസ് മൾട്ടിപ്ലയർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി ഇക്വേഷൻ എന്താണ്, L is equal to F plus lambda. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.